ഹേ ഗൈസ്, അങ്ങനെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വന്നിരിക്കുകയാണ്. സോ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഗൈസ്. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു, കുറേ പേര് ഫോളോ ചെയ്തു, സബ്സ്ക്രൈബ് ചെയ്തു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഞാൻ ആദ്യം ഒന്നും വിചാരിച്ചില്ല ഇങ്ങനെ ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്ന, അതോ റീൽസും കാര്യങ്ങളൊക്കെ ഞാനിപ്പം കണ്ടിന്യൂസ് ഇടുന്നുണ്ട്. സോ അപ്പോൾ ആൾക്കാരത് കാണുന്നുണ്ട്, എല്ലാവരും കുറേ പേരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. ഒരുപാട് താങ്ക്സ്. പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഇട്ടപ്പം ഒരു കുട്ടി എന്നോട് ചോദിച്ചു, കുട്ടി ജർമ്മനിലേക്ക് വരാൻ വേണ്ടി നിൽക്കുവാണ്. സോ ആ കുട്ടി എന്നോട് ചോദിച്ചു, ചേച്ചി ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരേണ്ട സാധനങ്ങൾ, അല്ലെങ്കിൽ ഡ്രസ്സ്, അല്ലെങ്കിൽ സ്റ്റേഷനറി ആയിട്ടോ മെഡിസിൻസ് കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് മെയിനായിട്ട് കൊണ്ടുവരേണ്ടതെന്നുള്ളത് പറഞ്ഞിട്ട്. അപ്പം ഞാനോർത്ത് ഓക്കെ, ആ ഒരു കുട്ടിയായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ. ഇപ്പം ഒരാളാണെങ്കിലും ആ ഒരു തുടക്കക്കാരി എന്ന നിലയിൽ, സോ ഒരാൾ പറയുമ്പോൾ നമുക്കത് ചെയ്യാൻ ഭയങ്കര ഒരു ഹാപ്പി ആയിരിക്കും. സോ ആ കുട്ടി ചോദിച്ചല്ലോ, ആ കുട്ടിക്ക് വേണ്ടി നമുക്കൊരു വീഡിയോ ചെയ്യാന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടാവും. സോ ഗൈസ്, ആ കുട്ടിക്ക് വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. സോ ആ കുട്ടി എന്നോട് ചോദിച്ചു എന്തൊക്കെ സാധനങ്ങൾ ചേച്ചി ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാം, അതൊക്കെ യൂസ്ഫുൾ ആയിരിക്കും, ഇങ്ങോട്ട് വരുന്ന പിള്ളേർക്ക് വേണ്ടി അത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്, എൻ്റെ കുഞ്ഞു ബുക്കിൽ എഴുതിയിട്ടുണ്ട്. എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ എന്തൊക്കെ കൊണ്ടുവന്നു, പിന്നെ അതെനിക്ക് യൂസ്ഫുൾ ആയോ ഇല്ലയോ എന്നൊക്കെ പറയാമെന്ന് ഓർത്തു. ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ കുറച്ച് ലോങ് ആയെന്ന് എല്ലാവരും പറഞ്ഞു. സോ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിരിക്കും, ആക്കാൻ പറ്റുമെന്ന് ഞാൻ ഓർക്കുന്നു. അപ്പം ഞാൻ വന്നത് ഒക്ടോബറിലായിരുന്നു. ആ സമയം വിൻ്റർ ആയിരുന്നു. പിന്നെ അതുകൊണ്ട് ഞാനാണെങ്കിൽ കുറച്ച് വിൻ്റർ ജാക്കറ്റ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. വിൻ്റർ ജാക്കറ്റ്സ്, പിന്നെ ജീൻസ്, ടോപ്സ് കാര്യങ്ങളൊക്കെ കുറേ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം എനിക്ക് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം വരുന്ന ഒരാളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി സമ്മർ, ഇനി ഒക്ടോബറൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇനി വിൻ്റർ വരിക. അപ്പം ജാക്കറ്റ്സിൻ്റെ കാര്യം, ഇപ്പം നമ്മൾ നാട്ടിൽ നിന്ന് ജാക്കറ്റ് ഒക്കെ കൊണ്ടുവരുവാണെങ്കിലും നമ്മൾ ഇവിടെ വന്നിട്ട് എങ്ങനെയാണെങ്കിലും ഒരു ജാക്കറ്റ് വാങ്ങും. സോ ഒത്തിരി പൈസേൻ്റെ ജാക്കറ്റ് നാട്ടിൽ നിന്ന് വാങ്ങി ഇങ്ങോട്ട് വരണമെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. നമുക്ക് അത് ഇവിടെ വന്നിട്ടും വാങ്ങാം. ഇവിടെ വന്നിട്ട് വാങ്ങാൻ പറ്റുന്നതേ ഉള്ളൂ എന്നേ ഞാൻ പറയത്തുള്ളൂ ഡ്രസ്സിൻ്റെ കേസിൽ. പിന്നെ ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുവരണ്ട, അതിൻ്റെ ഒരു ആവശ്യമില്ല. അത് നമുക്ക് ഇപ്പം ഇവിടെ വന്നു ഇപ്പം 1-2 മാസം നമുക്ക് ഇടാൻ പറ്റുന്ന കാര്യങ്ങൾ, ഇപ്പം നൈറ്റ് വെയർ ആണെങ്കിലും അല്ലെങ്കിൽ ഡെയിലി ക്ലാസ്, ഇവിടെ യൂണിഫോം ഇല്ല. അപ്പം സോ നമുക്ക് ഡെയിലി സ്കൂളിലും ഒക്കെ പോകുമ്പോൾ ഇടാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. എന്ന് വെച്ചാൽ ഓവറായിട്ട് കൊണ്ടുവരാൻ ഡ്രസ്സ് കാര്യങ്ങളൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ സ്റ്റേഷനറി ആയിട്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജർമ്മനിയിൽ എല്ലാം ഡിജിറ്റൽ ആയിട്ടായിരിക്കും സ്കൂളിൽ പഠിപ്പിക്കുന്നതൊക്കെ. സോ ഇപ്പം മേ ബി ഒരാൾക്ക് ഐപാഡ് ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ടാബ്ലറ്റോ, അല്ലെങ്കിൽ പിന്നെ ലാപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ അതിൽ നോക്കിയായിരിക്കും പഠിക്കുക. നോട്ട്ബുക്കിൻ്റെ കാര്യമൊന്നും നമ്മൾ, എനിക്ക് തോന്നുന്നു, യൂസേജ് കുറവാണ്. എൻ്റെ അവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും നോട്ട്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത്. സോ നോട്ട്സും കാര്യങ്ങളും ഒന്നും 1-2 നിങ്ങൾക്ക് വരുന്ന ആ സ്റ്റാർട്ടിങ്ങിന് വേണ്ടി 1-2 കൊണ്ടുവരുന്ന എളുപ്പം. അല്ലാണ്ട് ഒത്തിരി നോട്ട്സ് കാര്യങ്ങളൊന്നും കൊണ്ടുവരാനൊന്നും വേണ്ട. പിന്നെ പെൻ, പെൻസിൽ, അതൊക്കെ നിങ്ങൾ ഡിപ്പെൻസ് ചെയ്തിരിക്കും. ഒത്തിരി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ തന്നെ ഇരിക്കും. അതൊന്നും യൂസൊന്നും ആയിട്ടില്ല ഒത്തിരി ഒന്നും. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉള്ളത് മാത്രം കൊണ്ടുവരിക. പിന്നെ പാത്രങ്ങളും കാര്യങ്ങളുടെ കേസാണെങ്കിൽ കുക്കറ്, പിന്നെ പാന്, പിന്നെ നമ്മൾ ചായ ഉണ്ടാക്കാൻ പറ്റുന്നത്, പിന്നെ ഒരു കപ്പ്, പിന്നെന്താ ചോറായിരിക്കാനുള്ള അരിപ്പ, പിന്നെ എന്താ മെയിനായിട്ട് ഇതൊക്കെ മൂടി വെക്കാനുള്ളതും കൂടെ കൊണ്ടുവരണം. പിന്നെ ഈ ബ്ലെൻഡർ കാര്യങ്ങൾ, പിന്നെ അല്ലെങ്കിൽ കെറ്റില്, കുക്കർ ഞാൻ പറഞ്ഞു. അങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഞാൻ തോന്നുന്നു എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു. പിന്നെ നിങ്ങൾക്ക് ഇത് കൊണ്ടുവരാം, എന്താ പുട്ടുകുറ്റി കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. പിന്നെ ആവി പിടിക്കാനുള്ള സ്റ്റീമർ കാര്യങ്ങൾ, അങ്ങനത്തെയൊക്കെ ആയിരിക്കും. ഇപ്പം സ്റ്റീമർ നമ്മൾ മെഡിസിൻ്റെ ഇതിൽ കൂട്ടാമെന്ന് ഞാൻ ഓർക്കുന്നു. ബാക്കി പാത്രം അത്രയൊക്കെ കൊണ്ടുവന്നാൽ മതി. അല്ലാണ്ട് ഒരുപാട് പാത്രങ്ങൾ എടുക്കണം. ഇപ്പം എൻ്റെ കേസിൽ ഞാൻ ഇവിടെ വന്നപ്പം എൻ്റെ അവർ എൻ്റെ ഏജൻസി കാര്യങ്ങളെല്ലാം, ഞങ്ങളിവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ബെഡ് ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് പാത്രങ്ങളുണ്ടായിരുന്നു, എല്ലാ കേസിലുള്ള എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു ഇവിടെ. ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊന്നും പുറത്തെടുക്കേണ്ട. ഞങ്ങൾ കുക്കർ മാത്രമേ പുറത്തെടുത്തിട്ടുള്ളൂ. ബാക്കി എല്ലാ സാധനവും ഇവിടെ, ഗ്ലാസും കാര്യങ്ങളെല്ലാം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. സോ ഓരോ ഏജൻസി ഡിപ്പെൻസ് ചെയ്തിരിക്കും അവിടെ എന്തൊക്കെയുണ്ട് ഇല്ല എന്നുള്ളത്. അപ്പം നമ്മൾ നോർമലി ആരാണെങ്കിലും നാട്ടിൽ നിന്ന് വരുമ്പം എല്ലാവരും പറയും ഇതൊക്കെയാണ് നോർമലി കൊണ്ടുവരേണ്ടത്. സോ കൊണ്ടുവരിക. ഇപ്പം നമ്മളൊരു സ്ഥലത്തേക്ക് മാറിപ്പോകുമ്പോൾ നമുക്ക് ഇതൊക്കെ യൂസേജ് ആകും. ഇവിടുത്തെ പാത്രങ്ങൾ എന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ പോലത്തെ അല്ല, അത്രയും നല്ല പാത്രങ്ങളല്ല. സോ നിങ്ങൾ കൊണ്ടുവരാം. പിന്നെ ഞാൻ എന്താ എഴുതി വെച്ചേക്കുന്നത്, പിന്നെ ഞാൻ മെഡിസിൻസിൻ്റെ കേസാണ് എഴുതി വെച്ചേക്കുന്നത്. മെഡിസിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ വെതർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അത് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല. എപ്പോഴും ഇപ്പം രാവിലെ വെയിലാണെങ്കിൽ ഉച്ചയാകുമ്പോൾ വേണേൽ മഴയായിരിക്കും, പിന്നെ തണുപ്പായിരിക്കും, മഞ്ഞായിരിക്കും, അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും.
അതുകൊണ്ട് നമുക്ക് മെഡിസിൻസിന്റെ കാര്യം കുറച്ച് ഇമ്പോർട്ടൻ്റ് ആക്കി എടുത്തു. ഇപ്പോൾ പനീൻ്റെ ആണെങ്കിലും വേംസിന്റെ ആണെങ്കിലും ഫുഡ് മാറുന്നതനുസരിച്ച് നമുക്കിപ്പം വയറിന്റെ കേസ് ആണെങ്കിലും എല്ലാം മാറും. സോ വേംസിന്റെ ഗുളികയും ഫീവറിന്റെ ആണെങ്കിലും പിന്നെ പല്ലുവേദന ഒന്നും വന്നിട്ടുണ്ടെങ്കിൽ ഗൈസ് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകും. രാത്രിയിലൊക്കെ ഒന്നാമത് നമ്മൾ ഇവിടെ ഒറ്റയ്ക്കാണ്, നമുക്ക് ആരുമില്ല ഇവിടെ, നമ്മൾ നമ്മുടെ കാര്യം നോക്കണം, നമ്മൾ ആരുടെ കാര്യം നമുക്ക് നോക്കാൻ പറ്റില്ല. അങ്ങനെ നോക്കാൻ ഉണ്ടെങ്കിലൊക്കെ ആൾക്കാർ നല്ലതാണ്. പക്ഷെ ഇല്ലാത്ത കേസിൽ നമ്മുടെ അടുത്ത് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കിട്ടുന്ന പോലെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഉപകാരമായിരിക്കും. അപ്പം കോൾഡിന്റെ ആണെങ്കിലും പിന്നെ പെയിൻ കില്ലേഴ്സ്, ഇപ്പം പീരിയഡ്സ് ആകുമ്പോൾ യൂസ് ചെയ്യുന്ന പെയിൻ കില്ലേഴ്സ്. കാരണം ഇവിടുത്തെ നമ്മൾ നാട്ടിൽ നിന്ന് വന്ന് ഇവിടെ എത്തുമ്പോൾ കാലാവസ്ഥ മാറും, നമ്മൾ സ്ഥലം മാറും, ഫുഡ് മാറും. അപ്പം നമ്മുടെ പീരിയഡ്സിന്റെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. ചിലവർക്ക് ലേറ്റ് ആയിട്ട് വരും, ചിലവർക്ക് ബ്ലഡ് വരത്തില്ല, പിന്നെ ചിലവർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർ ബ്ലീഡിങ് ആയിരിക്കും. സോ അതൊക്കെ കൺട്രോളും അതിന് പെയിനൊക്കെ കൂടുതലായിരിക്കും. സോ നമ്മൾ അതിനു വേണ്ടിയുള്ള മെഡിസിൻസ് എടുക്കുന്നതും നല്ലതാണ്. പിന്നെ പെയിൻ കില്ലർ എന്ന് ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞാൽ ആ പെയിൻ കില്ലറും, പിന്നെ നമ്മളിപ്പം പ്രാക്ടിക്കലും കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നതാണ്. പിന്നെ നമ്മൾ ഒരുപാട് നടക്കും, ജർമ്മനി വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് നടക്കും, അങ്ങനെയല്ല പറയുന്നത്, കുറേ സ്ഥലത്ത് നമ്മൾ നടന്നു പോകേണ്ടി വരും. അപ്പം നമുക്ക് എങ്ങനെയാണെങ്കിലും എവിടെയെങ്കിലും പെയിൻ കാണും. അങ്ങനെ ഈ വോളിന് ഈ മൂവൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ എടുക്കുന്നതൊക്കെ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. പിന്നെ മെയിനായിട്ട് മെഡിസിൻസിൻ്റെ എനിക്ക് തോന്നുന്നു അത്രയേ ഉള്ളൂ. മെഡിസിൻസ് പിന്നെ ഗ്യാസിൻ്റെ അസിഡിറ്റി കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് എടുക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഫോട്ടോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ്, നമുക്ക് കുറച്ച് ഫോട്ടോസ് ഇവിടെ കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇവിടുന്ന് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നില്ല, എടുക്കാൻ പറ്റും. അത് ഓരോ സ്ഥലം പോലെ ഇരിക്കും. ഞാൻ ഇവിടെ താമസിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സ്ഥലത്തിൻ്റെ പേര് കീൽ എന്നാണ്. ഇവിടെ ഒട്ടുമിക്ക എല്ലാം ഈ പരിസരത്തുണ്ട്. പക്ഷെ അതുപോലെ ആയിരിക്കണം എന്നില്ല. ഇപ്പം ബയേണോ അല്ലെങ്കിൽ വേറെ ഉള്ളിലേക്കോ ഉള്ള സ്ഥലങ്ങളിൽ എല്ലാ ഷോപ്സും അടുത്തുണ്ടാവണമെന്നില്ല. നമുക്ക് ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം വെച്ചാണ് പറയുന്നത്. കാരണം എനിക്കിവിടെ എല്ലാം അടുത്തടുത്തുണ്ട്. സോ എനിക്കിതെല്ലാം വാങ്ങാൻ പറ്റും. കുറഞ്ഞതാണെങ്കിലും കുറഞ്ഞ ചിലവിലാണെങ്കിലും നല്ല പൈസയിലാണെങ്കിലും വാങ്ങാൻ പറ്റുന്ന കടകളുണ്ട്. പിന്നെ ഞാനിവിടെ ആദ്യമായിട്ട് വന്ന സമയത്താണെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു ഓയിലോ ഷോപ്പ് എന്നുണ്ട്. അവിടെ നമുക്ക് എല്ലാവർക്കും €1 €2 സാധനങ്ങൾ കിട്ടും. നമുക്ക് ആ ഫസ്റ്റ് ഒരു 2-3 മാസം നമുക്ക് പിടിച്ചു നിൽക്കേണ്ടതേ ഉള്ളൂ. ബാക്കി പിന്നെ നമുക്കത് മനസ്സിലാവും, നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. സോ നമ്മൾ അതനുസരിച്ച് പോകും. പിന്നെ ഗൈസ് മെയിനായിട്ട് പറയുന്നത് പൗഡേഴ്സ് എന്ന് ഉദ്ദേശിച്ചത് ഈ കറി പൗഡേഴ്സ് നമ്മൾ കൊണ്ടുവരുമ്പം അത് മെയിൻ ആക്കുക. കാരണം ഇവിടുന്ന് പുറത്തുനിന്ന് നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവത്തില്ല. മേ ബി നമ്മൾ എന്നാ പറയേണ്ടത്, മെയിനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എനിക്ക് തോന്നുന്നു ഇവിടെ കിട്ടും. ഒത്തിരി മഞ്ഞൾപ്പൊടി കൊണ്ടുവരേണ്ട ആവശ്യമില്ല. പിന്നെ പഞ്ചസാര ഇവിടെ കിട്ടും. പഞ്ചസാര ഒന്നും കൊണ്ടുവന്നോ നമുക്ക് കുറച്ച് നാൾ നിൽക്കാനുള്ളത്. പക്ഷെ ഒത്തിരി പഞ്ചസാരയും ഒന്നും കൊണ്ടുവരേണ്ട, അരിയൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമൊന്നും ഇല്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം അതൊക്കെ ഇവിടെ വാങ്ങാൻ കിട്ടുന്ന കാര്യം. പക്ഷെ ഈ മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല, ബീഫ് മസാല, ഫിഷ് മസാല, സാമ്പാർ പൊടി, രസം, അങ്ങനെ നമുക്ക് എന്താണോ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളത് ആ സാധനങ്ങളുടെ പൗഡേഴ്സ് കുറച്ച് കൂടുതലുള്ളത് വളരെ നല്ലതായിരിക്കും. കാരണം അതാണ് ഇവിടെ വാങ്ങാൻ കിട്ടാത്തത്. ഇപ്പം നമ്മളിപ്പോൾ ഏഷ്യൻ സ്റ്റോറിൽ പോയി വാങ്ങിയാലും അതിൻ്റെ ആ ഒരു സ്വാദ് ഉണ്ടാവത്തില്ല. സോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മൾ കഴിക്കുമെന്നോർത്ത് കഴിക്കുന്നതാണ്. പക്ഷെ എന്തായാലും പൊടി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത് ഫേസ് പ്രൊട്ടക്ട്സിൻ്റെ കാര്യമാണ്. പറ്റുന്നത് നാട്ടിൽ നിന്ന് വാങ്ങി വരുന്നതാണ് നല്ലത്. കാരണം നല്ല സാധനം ചുമ്മാ നമ്മൾ എന്നായിരുന്നു എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി സാധനം വാങ്ങാതിരിക്കുക. നമ്മൾ നോക്കി യൂസ് ചെയ്ത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെ വാങ്ങുക. കാരണം ഞാനിവിടെ വന്നപ്പം എനിക്ക് ഒത്തിരി കുരുകളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു എൻ്റെ മുഖത്ത്. പക്ഷേ ഇവിടെ വന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് സൺഫ്ലവർ ഓയിലാണ്. സോ നമ്മൾ നാട്ടിൽ യൂസ് ചെയ്യുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്ത് ഇവിടെ വന്ന് ഫുഡിൻ്റെ ആ ഓയിലും കാര്യങ്ങളൊക്കെ പോയി വേറെ ഓയിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ എന്ന് പറഞ്ഞാൽ ഫുഡ് കാര്യങ്ങളൊക്കെ മാറി. നോക്ക് ഗൈസ്, എൻ്റെ മുഖത്ത് കണ്ടോ നിറയെ കുരുവാ. സോ ഞാനത് അതിലെനിക്ക് സങ്കടമുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സങ്കടമുണ്ട്. പക്ഷേ നമ്മളത് നോക്കിയിട്ട് ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷേ കുരു ഭയങ്കര പെയിൻഫുൾ ആയിരിക്കും ഗൈസ്. സോ നിങ്ങൾ വരുമ്പം നല്ല ഫേസ് പ്രൊഡക്ട്സ്, പിന്നെ ഈ പിമ്പിൾ പോകാനുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വരുമ്പം അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയുള്ള വല്ല നല്ല പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അഡാപ്റ്റർ, എക്സ്റ്റൻഷൻ ബോർഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. പിന്നെ പാഡ് കാര്യങ്ങൾ, ഇവിടുത്തെ പാഡിൽ ഞാനിവിടെ യൂസ് ചെയ്യുന്ന പാഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാനിവിടെ യൂസ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ടുഡേൻ്റെ ഒരു ബിൻഡൻ എന്ന് പറയുന്ന ഒരു സാധനമാണ്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്.
പക്ഷെ നമുക്ക് അറിയത്തില്ല, ഇവിടെ വന്നു കഴിഞ്ഞിട്ടേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ അത് നമുക്ക് സ്യൂട്ടബിൾ ആണോ അല്ലയോ, അത് ഇറിറ്റേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല. സോ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഒരു 2-3 മാസത്തേക്കുള്ളത് കൊണ്ടുവരിക, ഒരു ഒത്തിരി വേണ്ട എന്നാലും നമുക്ക് പറ്റുന്നത് കൊണ്ടുവരിക. കാരണം നമുക്ക് ഇവിടുന്ന് അതൊരു ഇറിറ്റേഷനും കാര്യങ്ങളായി അത് കുറച്ച് ഡേഞ്ചറിലേക്ക് പോകുന്നതിലും നല്ലത് കുറച്ച് നാൾ നമ്മുടെ അടുത്തുള്ളത് തന്നെ യൂസ് ചെയ്തിട്ട് നമുക്ക് പുതിയതിലേക്ക് പോയാൽ മതിയല്ലോ. സോ അങ്ങനത്തെ കുറച്ച് പാക്കറ്റ്സ് കൊണ്ടുവരിക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ബെഡ്ഷീറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ അർബൈറ്റ് ഗേബറൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും അങ്ങനെ തരണമെന്നില്ല. സോ ബെഡ്ഷീറ്റും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരിക. പിന്നെ വാഷിംഗ് പൗഡേഴ്സ് ഇതൊക്കെ ഇവിടെ വാങ്ങി കിട്ടുന്നതാണ്, ഇല്ലാന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് പറ്റുന്നത് പോലെ കൊണ്ടുവരിക, ഒന്നും ഒരുപാട് കൊണ്ടുവരരുത്. പിന്നെ ഓയില്, വെളിച്ചെണ്ണ കൊണ്ടുവരാൻ നോക്കുക, ഒത്തിരി വേണ്ട. എന്നാലും ഹെയറിന് വേണ്ടിയുള്ള പ്രൊഡക്ട്സ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മുടി പോകും, എണ്ണമില്ലാണ്ട് പോകും. സോ അതിനെ ഓർത്ത് ബോധറൊന്നും ആവണ്ട. പക്ഷെ അതിന് അവോയ്ഡ് ചെയ്യാനോ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവരാം നിങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് എങ്ങനെയാണെങ്കിലും നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറേ അച്ചാറ്, ചമ്മന്തിപ്പൊടി അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവരും. ഗൈസ് കൊണ്ടുവന്നോ, നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും കൊണ്ടുവന്നു. കാരണം നമ്മൾ ഇവിടുന്ന് ഒരു 2-3 മാസം അല്ലെങ്കിൽ 4-5 മാസം അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം വീട്ടിൽ പോകുന്നത് വരെ നമുക്ക് ഇതായിരിക്കും ഒരു ആശ്രയം. കാരണം ഇപ്പം ഫുഡ് കഴിഞ്ഞു പോയി, ഫുഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡ് കഴിഞ്ഞു പോയിട്ട് നമ്മളൊന്ന് ഓർക്കോ, ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വന്നിട്ട് ഒരു ഉഷാറും ഇല്ല എന്നായിരുന്നു നമുക്കൊന്നും ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം നമ്മൾ ഓർക്കുക, ഒരു അച്ചാർ ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊന്ന് തിന്നായിരുന്നു, ഒരു ഇച്ചിരി അച്ചാറും ഇച്ചിരി കഞ്ഞി മതിയല്ലോ. സോ അങ്ങനെ ഓർത്തിട്ടെങ്കിലും നമുക്ക് കഴിക്കാൻ വേണ്ടി ഓക്കെ നിങ്ങൾ കൊണ്ടുവന്നു, അതിന് ഒട്ടും കുറവ് വരുത്തണ്ട. അല്ലാണ്ട് ബാക്കിയുള്ള നമ്മൾ ഒരുപാട് വേണം, അല്ലെ ഡ്രസ്സ് കാര്യങ്ങളൊന്നും ഒത്തിരി കൊണ്ടെന്ന് ഞാൻ പറയില്ല, ഇവിടെയും കിട്ടും സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി. പിന്നെ എന്താ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോട് ഇവിടെ ഉള്ളവരോടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുക, എന്താ ഞാനിങ്ങനെ പറയണ്ടേ, എന്താ പറഞ്ഞു കൊടുക്കണ്ടേന്ന് എനിക്ക് അറിയത്തില്ല. സോ അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചോദിച്ചപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറയാം, ഓക്കെ കുറച്ച് ഫ്രണ്ട്സിനെ കൂടെ കൊണ്ടുവന്നു അതും നല്ലതായിരിക്കും, നല്ല ഫ്രണ്ട്സിനെ കൊണ്ടുവന്നു അതും നല്ലതായിരിക്കും. ഗൈസ് ഇവിടെ വന്നു കഴിഞ്ഞ് നമ്മൾ എല്ലാവരും ഒറ്റയ്ക്കാണ്, പിന്നെ നല്ല ഫ്രണ്ട്സ് കിട്ടുക അതൊക്കെ നമ്മുടേതായ ഭാഗ്യം പോലെ ഇരിക്കും. സോ നിങ്ങൾ എല്ലാവരെയും വിശ്വസിക്കണം എന്ന് ഞാൻ പറയത്തില്ല, എല്ലാവരും അമിതമായി വിശ്വസിക്കരുത്. പക്ഷെ എല്ലാത്തിനും നമുക്കൊരു ഡിസ്റ്റൻസ് വേണം. ആ ഡിസ്റ്റൻസിൽ നിന്നുകൊണ്ട് നമ്മൾ എല്ലാവരെയും സ്നേഹിക്കുക. കാരണം നമുക്ക് ചിലപ്പം അവർ പറയുന്ന ഫീൽ ആകും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന അവർക്ക് ഫീൽ ആകും. പക്ഷെ എല്ലാവരും പല വീട്ടിൽ നിന്ന് വരുന്ന എല്ലാവർക്കും പല സാഹചര്യമാണ്. സോ നമ്മളത് കാര്യം ചെയ്തിട്ട് കാര്യമില്ല, നമ്മളതോർത്ത് സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല, അവരെ സങ്കടപ്പെടുത്തിയിട്ട് കാര്യമില്ല. നമ്മളൊരു കാര്യത്തിന് വന്നു, നമ്മളത് ചെയ്യുക, നമ്മൾ നമ്മുടെ കാര്യം നോക്കുക, പോകുക എന്നേ ഉള്ളൂ. സോ അതെന്തിനാ ഞാനിവിടെ പറഞ്ഞതെന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് പറയാൻ തോന്നി. അത്രയൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. വേറെ ഒത്തിരി കാര്യങ്ങളൊന്നും ഞാൻ എഴുതിയിട്ടില്ല. എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരത്തുള്ളൂ. നമ്മൾ സ്കൂളിൽ പോവുക കാര്യങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. പിന്നെ പറ്റുവാണെങ്കിൽ ഒരു ഐപാഡ് അല്ലെങ്കിൽ ടാബ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് എന്തെങ്കിലും കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കതൊക്കെയാണ് പഠിക്കാൻ ഇവിടെ എളുപ്പമായി വരിക. പിന്നെ എന്താ, അത്രേ ഉള്ളൂ ഗായ്സ്. ഞാൻ ഇത്രയും എഴുതിയിട്ടുള്ളൂ, അത്ര എൻ്റെ ഓർമ്മയെ വന്നിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ ഇത്രയും ഇമ്പോർട്ടൻറ്റ് പ്രൊഡക്ട്സ് ഉള്ളൂ, ഇത്ര കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. പിന്നെ കത്തി, കട്ടിംഗ് ബോർഡ് അതൊക്കെ ചെറുത് കൊണ്ടുവരിക. ഒത്തിരി കത്തിയും ഒത്തിരി കട്ടിംഗ് ബോർഡൊന്നും കൊണ്ടുവരാൻ ആവശ്യമില്ല. ഇതെല്ലാം ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം തന്നെ. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരിക. പിന്നെ ഇത്രേ ഉള്ളൂ. പിന്നെ താങ്ക് യു ഗൈസ്, നിങ്ങളൊക്കെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. സോ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ ബൈ ഗൈസ്, ചൂസ്. പിന്നെ ഞാനൊരു കാര്യം പറയാം, എൻ്റെ ഇൻസ്റ്റഗ്രാം ഞാൻ ഇവിടെ ആഡ് ചെയ്തേക്കാം, നിങ്ങൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.